നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 29 വ്യാഴം. MSC എൽസ 3 ചരക്ക് കപ്പൽ പുറംകടലിൽ മുങ്ങിയതിന് കാരണം യന്ത്ര തകരാറാണെന്ന പ്രാഥമിക നിഗമനം. കപ്പലിന്റെ സന്തുലനം നിലനിർത്തുന്ന ബല്ലാസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് സംവിധാനം തകരാറിലായതാണ് കപ്പൽ ചെരിയാനും മുങ്ങാനും കാരണമായതെന്നാണ് പ്രാരംഭ വിലയിരുത്തലെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ വെളിപ്പെടുത്തി. കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ നിന്ന് ഇതുവരെ കാര്യമായ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിലെ ഉന്നത ഉദ്യോഗസ്ഥർ. എന്നാൽ അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാണ്. രാസവസ്തുക്കൾ സ്പ്രേ ചെയ്താണ് എണ്ണ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പലിൽ നിന്ന് കടലിൽ വീണ് തീരത്തേക്ക് ഒഴുകിയെത്തിയ 50 കണ്ടെയ്നറുകളും തിരിച്ചെടുത്തു. അവയിൽ അപകടകാരിയായ രാസവസ്തുക്കളില്ല. ആകെ 13 കണ്ടെയ്നറുകളിലാണ് രാസവസ്തുക്കളുള്ളത്. കാൽസ്യം കാർബൈഡ് അടങ്ങിയ 12 കണ്ടെയ്നറുകളും റബ്ബർ കലർത്തിയ രാസമിശ്രം അടങ്ങിയ മറ്റൊരു കണ്ടെയ്നറുമുണ്ട്. എല്ലാം കപ്പലിനുള്ളിലാണ്. സാധാരണഗതിയിൽ അവ പുറത്തേക്ക് വീഴാൻ സാധ്യതയില്ല. മാത്രമല്ല 200 ലിറ്റർ ഡ്രമ്മുകളിലാക്കിയാണ് കണ്ടെയ്നറുകളിൽ നിറച്ചിട്ടുള്ളത്. അത് കൂടുതൽ സുരക്ഷ നൽകുന്നു. സംസ്ഥാനത്ത് ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്തെ 1210 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി 2219 അധിക അധ്യാപക അനധ്യാപക തസ്തികകൾ അനുവദിച്ചു. എന്നാൽ തസ്തിക നഷ്ടം സംഭവിച്ച സംരക്ഷിത ജീവനക്കാരെ പുനർക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പുതിയ നിയമനം നടത്താൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ പുതിയ നിയമനങ്ങൾക്ക് സാധ്യത വിരളമാണ്. ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ജൂൺ 1 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ മത്സ്യബന്ധനം വിലക്കി. കോടതി വിധി വരുമ്പോൾ ജനങ്ങൾ തോൽക്കുകയും വഖഫ് ബോർഡ് ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ളൂവെന്ന് മുനമ്പം കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകി. ഇതടങ്ങുന്ന റിപ്പോർട്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിൽ എത്തി 75 പേജുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം കൈമാറിയത്. കോടതി വിധി വരുമ്പോൾ ജനങ്ങളുടെ പൊതു താൽപര്യം സംരക്ഷിക്കുന്നതിന് സർക്കാരിനുള്ള അധികാരം പ്രയോഗിക്കേണ്ട സാഹചര്യമുണ്ടായാൽ എന്തെല്ലാം ചെയ്യണമെന്നാണ് നിയമോപദേശ റിപ്പോർട്ടിലുള്ളത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിർമ്മിച്ച രാം ദർബാറിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ ആഘോഷം ജൂൺ 3 മുതൽ നടക്കും. ജൂൺ 5-നാണ് രാം ദർബാറിന്റെ സമർപ്പണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ 11 വർഷം പൂർത്തിയാക്കുന്നത് BJP ആഘോഷിക്കും. സങ്കൽപ് സേ സിദ്ധി എന്ന പേരിൽ ജൂണിൽ രാജ്യവ്യാപകമായി പൊതുജന സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. പാർലമെന്റ് മണ്ഡലം അടിസ്ഥാനമാക്കി നടത്തുന്ന പദയാത്രകളിൽ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം ചെയ്ത വില്ലേജുകളിൽ ഭൂമി രജിസ്ട്രേഷന് മുമ്പായി പോക്കുവരവിനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്ന് നിഷ്കർഷിച്ച് പോക്കുവരവ് ചട്ടങ്ങൾ സർക്കാർ ഭേദഗതി ചെയ്തു. ഇനി മുതൽ സംയോജിത പോർട്ടലായ എൻ്റെ ഭൂമിയിലൂടെയാകും രജിസ്ട്രേഷൻ നടപടികളെന്ന് ഭേദഗതി ഉത്തരവിൽ വ്യക്തമാക്കി. ഭൂമി കൈമാറ്റത്തിന് ഡിജിറ്റലായി തയ്യാറാക്കിയ സ്കെച്ചും തണ്ടപ്പേരും ഇനി മുതൽ നിർബന്ധമാണ്. അപേക്ഷ നൽകിയാൽ 4 ദിവസത്തിനകം സർവേ സ്കെച്ചും തണ്ടപ്പേരും ഓൺലൈനായി നൽകണം. സംയോജിത പോർട്ടൽ വഴിയുള്ള ആധാരം രജിസ്ട്രേഷൻ നിലവിൽ വരുന്നതോടെ ഭൂമി ഇടപാടിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഇല്ലാതാകുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ കപ്പൽ നിർമ്മാണ രംഗത്തെ 3 കമ്പനികളെ നവരത്ന പദവിയിലേക്ക് ഉയർത്താൻ ആലോചന. നവരത്ന പദവി നൽകുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ യോഗ്യതകളും കൊച്ചിൻ ഷിപ്പ്യാർഡിനുണ്ട്. നവരത്ന പദവി ലഭിക്കുന്നതിലൂടെ ഏറ്റവും വലിയ നേട്ടം സാമ്പത്തിക കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലുമുള്ള അധിക സ്വാതന്ത്ര്യമാണ്. 1000 കോടി രൂപ വരെയുള്ള നിക്ഷേപ തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതി തേടേണ്ടതില്ല. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കിൻഡലിന് 69 രൂപ വർദ്ധിപ്പിച്ച് 2369 രൂപയാക്കി. കേന്ദ്ര താങ്ങുവില വർധന അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ല് വില കിലോയ്ക്ക് 28.89 രൂപയാകും. മുൻ വർഷങ്ങളിൽ കേന്ദ്രത്തിന്റെ താങ്ങുവില വർധനയ്ക്ക് ആനുപാതികമായി കേരളം സ്വന്തം വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അടയ്ക്ക വില ചരിത്രത്തിലാദ്യമായി കിലോഗ്രാമിന് 500 രൂപ. പഴയ അടക്കയ്ക്ക് വില കിലോഗ്രാം 525 രൂപയായി. ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് 6 മെഡലുകൾ. മിക്സഡ് റിലേയിൽ സ്വർണം നേടി.
IPL ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് പഞ്ചാബും ബംഗളൂരുവും മത്സരിക്കും. ജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.